Hey, hello guys, welcome back. അഭിഷേകാണ്. സോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ഡൊമിനോറിൻ്റെ അല്ലെങ്കിൽ ഒരു BS6 ബൈക്കിൻ്റെ വാറൻറ്റി ഡീറ്റെയിൽസിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ പുതിയ വണ്ടി എടുക്കുന്നവർ, പുതിയ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ, അവർക്കൊക്കെ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു വീഡിയോ ആണ്. അതായത് പുതിയൊരു BS6 ബൈക്ക് എടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ വാറൻറ്റി ഡീറ്റെയിൽസിനെ പറ്റിയിട്ട് നമ്മൾ ഷോറൂമാരുടെ എന്തൊക്കെ ചോദിക്കണം, നമ്മുടെ വണ്ടിയുടെ ഏതൊക്കെ പാർട്സിനാണ് വാറൻറ്റി കിട്ടുന്നത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്കറിയാമെന്നുള്ള കുറച്ച് നോളജ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരുന്ന വീഡിയോ ആണ്. ആസ് എ മോട്ടോർ ബൈക്ക്, മോട്ടോർ കാർ, ഇത് രണ്ടിനും ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ കാർ നമുക്കില്ല, അപ്പം ബൈക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എനിക്ക് മാത്രം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇതിലും മാത്രമല്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡി, ഫേസ്ബുക്ക് പേജും കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ജസ്റ്റ് നേരെ പവർ ആക്കാം. ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന് ലിങ്ക് ഉണ്ട്, അവിടെ കയറിയ വണ്ടിക്കാരി മാത്രം. സോ വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു BS6 ഡൊമിനോർ 250 ആണ്. അത് ഓൾമോസ്റ്റ് എൻ്റെ വീഡിയോ കണ്ടുവരുന്നവർ ഒരുപാട് പേർക്കറിയാം. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു BS6 ഡൊമിനോർ 250 ആണ് കേട്ടോ. ഞാൻ ഈ വണ്ടി എടുക്കുന്ന സമയത്ത് എനിക്ക് വണ്ടികളെ പറ്റി വലുതായിട്ട് അറിയാൻ പാടില്ല. അറിയാമെന്നുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, പക്ഷേ എടുക്കുന്ന സമയത്ത് കുറച്ച് അറിവൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്തൊരു കാര്യങ്ങളുണ്ട്. അത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ എൻ്റെ കയ്യിലുള്ളത് BS6 ഡൊമിനോർ ആണ്, ഡൊമിനോർ 250 ആണ്. അപ്പോൾ ഇത് തന്നെ നമുക്ക് എക്സാമ്പിൾ ചെയ്ത് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ വണ്ടിയിൽ എന്തൊക്കെ പാർട്സിനാണ് വാറൻറ്റി കിട്ടുന്നതിന് ആദ്യം തന്നെ പറഞ്ഞുതരാം. തേയ്മാനം വരുന്ന ഒരു സാധനത്തിനും വണ്ടിക്ക് വാറൻറ്റി കിട്ടില്ല കേട്ടോ. ഫോർ എക്സാമ്പിൾ ടയർ, ഓയില്, ഫോർക്ക് ഓയില്, നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡ് ഓയിൽ, അങ്ങനെയുള്ളൊക്കെ സാധനങ്ങൾക്ക് ഒരിക്കലും വാറൻറ്റി കിട്ടില്ല. പക്ഷേ ഇതൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്ന, അതായത് ഇപ്പോൾ ഓയിലാണെങ്കിൽ ഓയിൽ കണ്ടെയ്ൻ ചെയ്യുന്ന എന്താണ്, എഞ്ചിനാണ്. അപ്പോൾ ഈ ഒരു എഞ്ചിന് വാറൻറ്റി ഉണ്ട്, എഞ്ചിൻ കേസിന് വാറൻറ്റി ഉണ്ട്. എഞ്ചിൻ്റെ അകത്ത് വരുന്ന ഒരു നട്ട് ആൻഡ് ബോൾട്ടിനും 5 വർഷത്തെ വാറൻറ്റി ബജാജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഡൊമിനോറിന് ബജാജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഡൊമിനോറിന് എക്സാമ്പിൾ ചെയ്യാൻ കാരണം, ഒരിക്കൽ 2017-18 ആ ഒരു ടൈമിൽ ഡൊമിനോറിൻ്റെ ഒരു വണ്ടി, ഡൊമിനോർ 400 എൻജിൻ ബ്ലാസ്റ്റ് ചെയ്തൊരു വിഷയം ഉണ്ടായിരുന്നു. അപ്പോൾ ഡൊമിനോറിൻ്റെ സെയിൽസ് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഡൗൺ ആവുമായിരുന്നു. കാരണം ഡൊമിനോറിൻ്റെ ഒരു വൻ ദുരന്ത സമയമായിരുന്നു ആ ഒരു സമയം, ഡൊമിനോറിൻ്റെ എഞ്ചിൻ ബ്ലാസ്റ്റായി എന്നുള്ള ആ ഒരു സമയം. പക്ഷെ ആ ഒരു വണ്ടി ബജാജ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും വാങ്ങാണ്ട് പുതിയ എഞ്ചിൻ ഡൊമിനോർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ആ ഒരു വണ്ടി ആ കസ്റ്റമർ എടുത്തിട്ട് 5 വർഷം ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആ ഒരു പുള്ളി ആ സമയത്ത് ഒരുപാട് വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു, എനിക്ക് വണ്ടി ഇങ്ങനെ ആയിപ്പോയി അങ്ങനെ ആയിപ്പോയത്. പക്ഷേ പുള്ളി കുറച്ച് ആധികാരികമായിട്ട് ചിന്തിച്ച് വണ്ടിക്ക് എഞ്ചിൻ വാറൻറ്റി കിട്ടുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അത്രയും വിഷയങ്ങളൊന്നും ആ സമയത്ത് ആവില്ലായിരുന്നു. അപ്പോൾ വണ്ടിക്ക് ആ ഒരു ടൈം ഡൊമിനോർ എഞ്ചിൻ വാറൻറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് പുതിയ എഞ്ചിൻ വണ്ടിക്ക് വച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പുതിയ എഞ്ചിനാണ് കേട്ടോ, പഴയ എഞ്ചിനൊന്നുമല്ല, പുതിയ എഞ്ചിനോട് ആ ഒരു ഡൊമിനോർ 400-ന് എഞ്ചിൻ ബ്ലാസ്റ്റ് ആയ ഒരു വണ്ടിക്ക് ഡൊമിനോർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഏതൊരു വണ്ടിക്കും, ഇപ്പോൾ ഡൊമിനോർ KTM ആ ഒരു സെഗ്മെൻറ്റിലുള്ള ഏത് വണ്ടിക്കും 5 വർഷമാണ് എഞ്ചിൻ വാറൻറ്റി പറയണം കേട്ടോ. ഇപ്പോൾ ഡൊമിനോറിൻ്റെ കാര്യം എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും, 5 വർഷമാണ് വണ്ടിയുടെ എഞ്ചിൻ വാറൻറ്റി പറഞ്ഞാൽ. ഓൾമോസ്റ്റ് എല്ലാ വണ്ടിക്കും എഞ്ചിൻ വാറൻറ്റി 5 വർഷമാണ്. ഇപ്പോൾ ഡൊമിനോർ ആയാലും KTM ആയാലും ട്രയംഫ് ആയാലും ഒക്കെ 5 വർഷമാണെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ട് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വാറൻറ്റി കിട്ടാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതായത് നമ്മൾ വണ്ടി എങ്ങനെ കൊണ്ടുവരണം, നമുക്ക് വാറൻറ്റി കിട്ടണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വാറൻറ്റി കിട്ടുന്ന പാർട്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. വണ്ടിയുടെ ഫൈബർ പാർട്സിനൊന്നും വാറൻറ്റി കിട്ടൂല, ബട്ട് ഇൻഷുറൻസ് കിട്ടും. അത് ഞാൻ പറഞ്ഞുതരാം. വണ്ടിയുടെ ഫൈബർ പാർട്സിന് വാറൻറ്റി കിട്ടൂല, മെറ്റൽ പാർട്സിനും വാറൻറ്റി ചെറിയ കാര്യങ്ങൾ കിട്ടും കേട്ടോ. എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം എഞ്ചിൻ്റെ ഫുൾ കേസ്, അതായത് എഞ്ചിൻ കേസ്, അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ, ടെൻഷനർ, അതുപോലുള്ള എല്ലാ കാര്യങ്ങളും, സിലിണ്ടർ കിറ്റ്, സിലിണ്ടറിൻ്റെ ഹെഡ്, ആ ഹെഡൊക്കെ തേയ്മാനം പറഞ്ഞ സാധനങ്ങളാണ്. പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് വാറൻറ്റിയിൽ അത് കിട്ടിയേക്കാം, അതിനും ഞാൻ പറഞ്ഞുതരാം. സോ എൻ്റെ വണ്ടിയിൽ നിങ്ങൾക്ക് അറിയാമല്ല, ഇടയ്ക്ക് ഞാൻ വണ്ടിയുടെ വാറൻറ്റി ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ക്ലെയിം ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ ടെമ്പറേച്ചർ സെൻസർ കംപ്ലൈൻ്റ് ആയി ഞാൻ നമ്മുടെ ഡൊമിനോറിൻ്റെ ബജാജിൻ്റെ സർവീസ് സെൻറ്ററിൽ, ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈം എൻ്റെ വണ്ടി എടുത്തിട്ട് 2 വർഷവും 3 ദിവസവും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ എൻ്റെ വണ്ടിയുടെ വാറൻറ്റി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് വാറൻറ്റിയിൽ ക്ലെയിം ചെയ്യാൻ പറ്റി. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. എൻ്റെ വണ്ടിക്ക് ഞാൻ എക്സ്റ്റെൻഡഡ് വാറൻറ്റി എടുത്തിട്ടുണ്ട്. അതായത് ATW കാർഡ് എന്ന് പറഞ്ഞ കാർഡുണ്ട് ബജാജിൻ്റെ തന്നെ. ഡൊമിനോറിന് മാത്രമല്ല, ബജാജിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടിക്കും തന്നെ 1 വർഷം മുതൽ 5 വർഷം വരെ എക്സ്ട്രാ വാറൻറ്റി കിട്ടുന്ന ഒരു കാർഡ്, അത് ഞാൻ ഈ വണ്ടിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. എടുത്തത് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ടൈം എനിക്കറിയുന്ന അറിവൊക്കെ വെച്ചിട്ട് ഞാൻ ചോദിച്ച് മേടിച്ച കാര്യമാണ്. എനിക്കൊരു വണ്ടിക്ക് വാറൻറ്റി കിട്ടാനായിട്ട് എന്തൊക്കെയാണ് നമ്മൾ കൂടുതൽ ചെയ്യേണ്ടതൊക്കെ അന്വേഷിച്ച് ഞാൻ ചോദിച്ച് മേടിച്ച കാര്യങ്ങളാണ്. ആ സമയം ഞാൻ യൂട്യൂബിലൊക്കെ റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും യൂട്യൂബിൽ ഒരു വീഡിയോ ഇല്ല വണ്ടിക്ക് വാറൻറ്റി
വാറഞ്ചി എന്ത് ചെയ്യണമെന്ന്. സോ എനിക്ക് തോന്നുന്നു ഇത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരു യൂട്യൂബർ പറഞ്ഞു തരണം. നിങ്ങളുടെ വണ്ടിക്ക് വാറഞ്ചി കിട്ടാനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് വണ്ടി ബുക്ക് ചെയ്യുമ്പോൾ ടൈം അതായത് വണ്ടി നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ടൈം ഉണ്ടല്ലോ, അതിന് മുന്നേ നമുക്ക് വണ്ടി ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ വണ്ടി അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തരുന്ന വണ്ടി, അതിപ്പോൾ ലോഡ് ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ അഡ്വാൻസ് ചെയ്യുന്ന വെച്ചോ, അപ്പോൾ ലോഡ് വരുന്ന ടൈം അവർ നമ്മൾ ഇൻഫോം ചെയ്യും നമ്മളെ വണ്ടി വന്നിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വണ്ടി ഒന്ന് ഇൻസ്പെക്ട് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യാൻ വിളിക്കും. ആ ഒരു ടൈം നമ്മൾ വണ്ടി ചെന്ന് നോക്കുമ്പോൾ എന്തൊക്കെയാണോ വണ്ടിയിലുള്ളതെന്ന് ഒരു ഫോട്ടോ എടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ ചെയ്ത കാര്യം ഞാൻ പറഞ്ഞാൽ, ഞാൻ ഈ വണ്ടി ലോഡ് വന്ന ടൈമിലാണ് ഞാൻ ബുക്ക് ചെയ്യാനായിട്ട് പോയത്. അപ്പോൾ ഞാൻ ബുക്ക് ചെയ്യാനായിട്ട് പോയത് ഡൊമിനോർ 250 അല്ല, ഡൊമിനോർ 400 ആണ്. പക്ഷേ പിന്നീട് എൻ്റെ ആവശ്യത്തിന് ഡൊമിനോർ 250 മതിയെന്ന് ഞാൻ തിരിച്ചറിയുകയും ആ ഒരു ടൈമിൽ ഡൊമിനോർ 400 താൽക്കാലികമായിട്ട് നിർത്തി വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഡൊമിനോർ 400ൻ്റെ പ്രൊഡക്ഷൻ താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. വണ്ടിയുടെ IC ചിപ്പ് കംപ്ലൈൻറ്റ് അങ്ങനെ ഇറക്കി 2-3 വണ്ടികളെ തിരിച്ച് വിളിച്ച് താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ഞാൻ ഡൊമിനോറിനെ തന്നെ തിരക്കി പോകുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനെടുത്ത ഡൊമിനോർ 250 ആണ്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ വണ്ടി കേട്ടോ. ആ ഒരു ടൈം ഞാൻ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞുതരാം. വണ്ടി ഞാൻ 5000 രൂപ കൊണ്ടാണ് ഞാൻ പോയത്. ഞാനും എൻ്റെ അച്ഛനും കൂടിയാണ് വണ്ടി ബുക്ക് ചെയ്യാനായിട്ട് പോയത്. നമ്മുടെ ട്രിവാൻഡ്രം കൈമനത്തുള്ള ദീദി ബജാജിൽ നിന്നാണ് ബുക്ക് ചെയ്തത്. നിലവിൽ ദീദി ബജാജ് ഇല്ല, അവിടെ ഇപ്പോൾ പൈനിയർ ബജാജാണ്. ഞാൻ ബുക്ക് ചെയ്തത് ദീദി ബജാജിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനും അച്ഛനും കൂടെ ആയിട്ടാണ് പോയത്. ഞാൻ ഈ വണ്ടി ഡൊമിനോർ ആ ഒരു ടൈം അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഡൊമിനോർ 250 റെഡ് ആൻഡ് സിൽവർ കോംബോ ആയിരുന്നപ്പോൾ അതറിയാലോ ആ ഒരു പെയിൻറ്റ് സ്കീം. ഞാൻ ഇത് റീപെയിൻറ്റ് ചെയ്തതാണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് റീപെയിൻറ്റ് ചെയ്തതാണ്. ആ ഒരു ടൈം റെഡ് ആൻഡ് സിൽവറും ബ്ലാക്ക് ആൻഡ് സിൽവറും ഈ ഒരു കോംബോയിലുള്ള വണ്ടികളാണ് ആ ഒരു ടൈം ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് കുറച്ചുകൂടി സ്ട്രൈക്ക് ചെയ്തും എനിക്ക് ഇഷ്ടപ്പെട്ടതും റെഡ് ആൻഡ് സിൽവർ ഈ ഒരു വണ്ടിയാണ് കേട്ടോ. എക്സ്പെഷ്യലി എനിക്ക് റെഡ് കളറിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല ആ ഒരു സമയം എനിക്ക് റെഡാണ് ഇഷ്ടപ്പെട്ടത്. അച്ഛനും റെഡ് ചെയ്യാനാണ് ഇഷ്ടപ്പെട്ട. കാരണം എൻ്റെ അച്ഛൻ്റെ ഉള്ളത് റെഡ് യൂണിക്കോണൊക്കെയാണ്. അതുകൊണ്ട് എനിക്ക് റെഡിൻ്റെ അടുത്ത് പണ്ട് തൊട്ട് ഒരു ക്രൈസ് ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ റെഡ് ഡൊമിനോറിലോട്ട് പോയത്. അതുകൊണ്ട് പറയാനുള്ള കാര്യം, ഞാൻ ഈ വണ്ടി ചെന്ന് അഡ്വാൻസ് ചെയ്ത്, അതായത് 5000 രൂപ കൊടുത്ത് ഞാൻ വണ്ടി അഡ്വാൻസ് ചെയ്ത്. അപ്പം അഡ്വാൻസ് ചെയ്ത് അതിൻ്റെ ഒരു സ്ലിപ്പ് അവർ തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അച്ഛനും ഞാനും കൂടെ വീട്ടിൽ വന്നിട്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ, ആ പയ്യൻ മെക്കാനിക്കാണ് കേട്ടോ, അവനെയും കൂടെ വിളിച്ചുകൊണ്ട് ഞാൻ നേരെ ഈ വണ്ടി ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് പോയി. അത് ഞാൻ ഷോറൂമിൽ വിളിച്ച് പറഞ്ഞു. അച്ഛൻ ഉള്ളപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല. ഷോറൂമിൽ ഞാൻ പിന്നീട് വിളിച്ച് പറഞ്ഞു, ഞാൻ ഈ വണ്ടി ഇൻസ്പെക്ട് ചെയ്യാൻ വരും, എനിക്ക് തരുന്ന വണ്ടി ഒന്ന് ശരിക്കും ഒന്ന് ഇൻസ്പെക്ട് ചെയ്യണം. അപ്പം ഞാൻ അവനും കൂടെ വണ്ടി ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് പോയി. മെക്കാനിക്കിന് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമില്ല, പക്ഷേ എന്നെക്കാളും കുറച്ചൊരു നോളജ് അവന് കൂടുതലുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ അവനെയും കൂടെ കൊണ്ടുപോയതാണ്. മെക്കാനിക്കൊന്നും അല്ല, IT പഠിച്ചിറങ്ങിയ പയ്യനാണ്. അപ്പം അവന് കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് ഞാൻ അവനെയും കൂടെ കൊണ്ടുപോയതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഡൊമിനോറിൻ്റെ ലോഡ് ഇരിക്കുന്ന സ്ഥലം അവർ കാണിച്ചു തന്നു. അവിടെ ഞാൻ പോയിട്ട്, ഇത് ഫസ്റ്റ് ഇരുന്ന വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ വണ്ടി മതി. അപ്പം ഈ വണ്ടി അവർ ഇറക്കി ഈ സാധനം തന്ന് ഞാൻ ജസ്റ്റ് ഡ്രൈവ് ചെയ്ത്, അതായത് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കി. വണ്ടി ഓക്കെയാണ്, കാര്യങ്ങളൊക്കെ സെറ്റാണ്. അച്ഛനെ കൊണ്ടല്ല, എൻ്റെ കൂട്ടുകാരുള്ളപ്പോഴാണ് കേട്ടോ. അപ്പോൾ ടെസ്റ്റ് റൈഡ് ചെയ്ത സമയം എനിക്കിത് ഓക്കെയാണ് കേട്ടോ. പിന്നീട് ടെസ്റ്റ് റൈഡെല്ലാം കഴിഞ്ഞ് വണ്ടി ഓക്കെ എന്ന് പറഞ്ഞ സമയത്താണ് ഞാൻ ഇതിൻ്റെ കാര്യം ശ്രദ്ധിച്ചത്. ഇതിൻ്റെ ബാക്കിലത്തെ മഡ്ഗാർഡ് ചെറിയൊരു കോണലുണ്ടായിരുന്നു. അപ്പം ചെറിയൊരു കോണലാണ്. അപ്പോൾ അവനാണത് കണ്ടുപിടിച്ചത്. അപ്പോൾ അവൻ പറഞ്ഞു, എടാ ഈ വണ്ടി വേണ്ട, അടുത്ത വേറെ വണ്ടി ഉണ്ടല്ലോ, അത് ആ ഒരു വണ്ടിയിൽ ഈ കംപ്ലൈൻറ്റ് ഇല്ലാത്തൊരു വണ്ടി നോക്കിയെടുക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, ഞാനിത് ഫസ്റ്റ് കണ്ട വണ്ടിയല്ലേ, എനിക്ക് അച്ഛൻ്റെ കൂടെ പോയപ്പോൾ ഈ വണ്ടിയാണ് കാണിച്ചെന്ന എനിക്ക് ഓട്ടിയം കിട്ടിയതും ഈ ഒരു വണ്ടിയാണ്. അങ്ങനെ ഞാൻ ഇതിൽ ഇമ്പ്രസ്സായി ഞാൻ ഈ വണ്ടി എടുത്തതാണ് കേട്ടോ. ആ ഒരു വിഷയം ഞാൻ അപ്പോഴും നോക്കിയില്ല, വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു, ചെറിയ ഇടിഞ്ഞൊന്ന് പിടിച്ചു വിട്ടാൽ സെറ്റായിരുന്നു. അപ്പോൾ തന്നെ അവരെ മെക്കാനിക്ക് വന്ന് അത് സെറ്റ് ചെയ്ത് വിട്ടു കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനിത് ഇൻസ്പെക്ട് ചെയ്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ വണ്ടി ഞാൻ ടെസ്റ്റ് റൈഡ് ചെയ്യുന്ന ഒരു ഫോട്ടോ എടുത്തു. വണ്ടിയുടെ 6 സൈഡിൽ ഞാൻ ഫോട്ടോ എടുത്തു കേട്ടോ. അതായത് ഫ്രണ്ട് സൈഡ്, ഈ ഒരു സൈഡ്, ഈ ഒരു കോർണറിൽ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, ടെസ്റ്റ് റൈഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഉറപ്പായിട്ട് വണ്ടി ഫോട്ടോ എടുത്തിരിക്കണം. അത് ഒരു റൂളാണ്. ഞാൻ ഫോട്ടോ എടുത്തതിൻ്റെ കാര്യം, എനിക്ക് അവർ തരുന്ന വണ്ടിയും ഞാൻ ഇൻസ്പെക്ട് ചെയ്ത വണ്ടി ഒന്നാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ അതിന് നമുക്ക് കണ്ടുപിടിക്കാൻ ഒരുപാട് വഴികളുണ്ട്. വണ്ടിയുടെ സീറ്റ് അയച്ചാൽ വണ്ടിയുടെ ചേസ് നമ്പർ കാണാം, ഫോർക്കിൻ്റെ ആ ഒരു നമ്പർ കാണാം, എൻജിൻ നമ്പർ കാണാം. അതൊക്കെ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ചേസ് നമ്പർ, എൻജിൻ നമ്പർ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് അവർ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല, എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ അപ്പോൾ ഫോട്ടോ എടുത്ത കേട്ടോ. പക്ഷേ അതെന്തുകൊണ്ട് യൂസ്ഫുള്ളാണ്. അപ്പം നിങ്ങൾ പുതിയ വണ്ടി ബുക്ക് ചെയ്യാൻ പോകുകയാണെങ്കിൽ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്യുക. അതായത് എൻജിൻ നമ്പർ, ചേസ് നമ്പർ, അതൊക്കെ ഒന്ന് ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുക. ചുമ്മാ ജസ്റ്റ് ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വണ്ടി എടുക്കാൻ പോകുന്ന സമയം ശ്രദ്ധിക്കുക കേട്ടോ. ഫോട്ടോ എടുക്കുക, വണ്ടിയുടെ ചേസ് നമ്പർ, എൻജിൻ നമ്പർ നോട്ട് ചെയ്യുക. അത്രയും മസ്റ്റായിട്ടും ശ്രദ്ധിക്കുക. അടുത്തതായിട്ടുള്ളത് വണ്ടിയുടെ വാറൻറ്റി. വണ്ടി നമുക്ക് ഡെലിവറി ചെയ്യുന്നതിൻ്റെ അന്ന്, ഇപ്പോൾ ഒരു വണ്ടി ബുക്ക് ചെയ്ത് റെഡി ലോഡാണെങ്കിൽ മിനിമം 7 ദിവസമാണ് അവർ പറയുന്നത്. മിനിമം 3 ഡേയ്സും മാക്സിമം 7 ഡേയ്സുമാണ് റൂൾ. അതായത് ഫിനാൻസ് ആണെങ്കിൽ ഫിനാൻസിൻ്റെ ഭാഗത്തോട്ട് പോകും. റെഡി ക്യാഷ് ആണെങ്കിൽ വണ്ടി ലോഡ് ഉണ്ടെങ്കിൽ 3 ദിവസം മുതൽ 7 ദിവസത്തിനകത്ത് വണ്ടി ഡെലിവറി ചെയ്യണമെന്നാണ് റൂൾ കേട്ടോ. ഫിനാൻസിൻ്റെ കാര്യമാണ്, ഫിനാൻസിൻ്റെ അതിലും താമസിക്കും. എന്നെ വേണമെങ്കിൽ ഫിനാൻസ് ഇട്ടെടുത്ത വണ്ടിയാണ്. നിലവിൽ ഫിനാൻസ് അടച്ചുകൊണ്ടിരിക്കും.
ഇട്ടിരിക്കുകയാണ് കേട്ടോ. അടുത്ത വർഷമാകുമ്പോൾ ഫിനാൻസ് ഒക്കെ തീരും. മാസം 6 രൂപ അടുപ്പിച്ചാണ് EMI വരുന്നത്. അപ്പോൾ ഫിനാൻസ് ഇട്ടെടുത്തിൻ്റെ കാര്യമായിരുന്നല്ല, ബഡ്ജറ്റ് തന്നെയാണ്. ആ ഒരു സമയം ഈ ഒരു വണ്ടിയുടെ വില 2,24,000 രൂപയായിരുന്നു. അപ്പോൾ എന്നെ കൊണ്ടും എൻ്റെ ഫാമിലിയെ കൊണ്ട് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇത് ഫിനാൻസ് ഇട്ടെടുത്തിട്ട് ഇപ്പോൾ നിലവിൽ ഫിനാൻസ് അടച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അപ്പം എനിക്ക് ഈ വണ്ടി കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ദിവസം എനിക്ക് സിബിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നമുക്കൊരു കാർ ഉണ്ടായിരുന്നു, ഒരു സാൻഡ്രോ. അപ്പോൾ അത് നമ്മൾ ഫിനാൻസ് ഇട്ടാണ് ആ ഒരു സമയം എടുത്തത്, 2009 എടുത്ത. അപ്പം അത് നമ്മൾ കറക്റ്റ് അടവൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് സിബിൽ നല്ല സിബിലായിരുന്നു. ഒന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല. അവർ വന്ന് ലോൺ ചെയ്ത് അപ്പോഴേ നമുക്ക് സെറ്റ് ചെയ്ത് കേട്ടോ. അതായത് ലോൺ അപ്പോൾ തന്നെ സെറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ലോണിൻ്റെ ഭാഗത്ത് എനിക്ക് വേറൊരു ലാഗൊന്നും വന്നില്ല. അടുത്തുള്ള HDFC ലോണാണ്, അറിയാവുന്ന ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാര്യങ്ങൾ നടന്ന് ഞാൻ ബജാജ് ത്രൂ അല്ല എടുത്ത, HDFC ബാങ്ക് ടു ബജാജാണ് ഞാൻ എടുത്തത് കേട്ടോ. അതായത് ബാങ്കിൽ നിന്ന് ആളെ ഞാൻ കൊണ്ടുവന്ന് ബജാജിലിട്ട് എടുപ്പിച്ച വണ്ടിയാണ്. കാരണം എൻ്റെ ഏജൻറ്റാണ് കേട്ടോ, ബജാജിൻ്റെ ഏജൻ്റ് അല്ല, എൻ്റെ ഏജൻറ്റ് വഴി ഞാൻ എടുത്ത വണ്ടിയാണ്. കാരണം HDFCയിൽ എനിക്ക് പരിചയക്കാരുണ്ടായിരുന്നു, എനിക്കല്ല എൻ്റെ അച്ഛനാണ്. അങ്ങനെ സെറ്റ് ചെയ്ത വണ്ടിയാണ്. അപ്പോൾ HDFC ഫിനാൻസ് നല്ലതാണല്ലോ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ കണ്ണിൽ നല്ലതാണ്, പക്കയാണ്, ഓക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി എന്തെങ്കിലും വരുമെന്ന് അറിഞ്ഞുകൂടാ, ഇതുവരെ കുഴപ്പമൊന്നുമില്ല, പക്കയാണ് കേട്ടോ. അടുത്തായിട്ട് ശ്രദ്ധിക്കാനുള്ള വണ്ടിയുടെ എന്തൊക്കെ പാർട്സാണ് നമുക്ക് വാറൻറ്റി കിട്ടണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വണ്ടിക്ക് വാറൻറ്റി കിട്ടുന്ന പാർട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, എൻജിൻ ഫുൾ വാറൻറ്റി ആണ്. എൻജിൻ സിലിണ്ടർ കിറ്റ് ഫുൾ വാറൻറ്റി ആണ്. അതുപോലെ തന്നെ ഈ ഒരു വെൻ പൈപ്പ് അതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ വാറൻറ്റിയാണ്. അതുപോലെ ഹെഡ് ഇഷ്യൂസ്, ഹെഡ് വാറൻറ്റിയിലാണ്. വണ്ടിയുടെ വയറിംഗ് കംപ്ലീറ്റ് വാറൻറ്റിയിലാണ്. ഇതൊക്കെ വാറൻറ്റി കിട്ടണമെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ വണ്ടിയുടെ പ്രോപ്പർ സർവീസ് ആയിരിക്കണം. പ്രോപ്പർ ബജാജ് ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ നിന്ന് സർവീസ് ആയിരിക്കണം. ബജാജ് ആണെങ്കിൽ ബജാജ്, ഹീറോ ആണെങ്കിൽ ഹീറോ, യമഹ ആണെങ്കിൽ യമഹ, KTM ആണെങ്കിൽ KTM. ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ നിന്ന് വണ്ടികൾ സർവീസ് ചെയ്തിരിക്കണം. അൺഓതറൈസ്ഡ് സർവീസ് സെൻറ്റർ ഉണ്ടല്ലോ, അതായത് വെളിയിൽ കൊടുത്ത് ചെയ്താൽ ഒരിക്കലും വാറൻറ്റി കിട്ടൂല കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് വഴികളൊക്കെ ഉണ്ട്, അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ നിന്ന് സർവീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വാറൻറ്റി കിട്ടൂ. രണ്ടാമത്തെ കേസ്, വണ്ടിയിൽ ഒഴിക്കുന്ന ഓയിലുണ്ടല്ലോ, ഒരു ചെറിയ മൈന്യൂട്ട് കാര്യമാണ്. എൻജിൻ വാറൻറ്റി നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ ഒഴിക്കുന്ന ഓയിൽ ബജാജ് ഓതറൈസ്ഡ് ഓയിലായി. അതായത് ഇപ്പോൾ KTM ഒക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു മോട്ടോകളൊക്കെ ആണെന്ന് തോന്നുന്നു കമ്പനി റെഫർ ചെയ്യണം. അപ്പോൾ അതേ ഒഴിക്കാവൂ. കമ്പനി ഏത് ഓയിലാണോ വണ്ടിക്ക് റെഫർ ചെയ്യണം ആ ഓയിൽ ഒഴിച്ചാൽ മാത്രമേ എൻജിൻ വാറൻറ്റി കിട്ടത്തുള്ളൂ. കാരണം എൻജിൻ വാറൻറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ അവർ പറയണ ഓയിൽ ഒഴിച്ചാൽ മാത്രമേ കിട്ടൂ. അത് പ്രത്യേകം നോട്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. എൻജിൻ വാറൻറ്റിക്ക് ഓതറൈസ്ഡ് ഓയിൽ മാത്രമേ ഒഴിക്കാവൂ. ഇപ്പോൾ ബജാജിനാണെങ്കിൽ ബജാജിൻ്റെ തന്നെ സിന്തറ്റിക് ഓയിലുണ്ട്, അതാണ് ഞാൻ ഇതുവരെയും ഒഴിച്ചിട്ടുള്ളത്. ഇനി 3-4 വർഷം കൂടെ എൻ്റെ വണ്ടിക്ക് വാറൻറ്റി ഉണ്ട്, അതുവരെയും ഞാൻ ആ ഓയിലിന് ഒഴിക്കും. ഒരു അപ്ഗ്രേഡേഷനും ഇല്ല. എത്ര പവർ കിട്ടുമെന്ന് പറഞ്ഞാൽ ആ ഓയിൽ ഒഴിക്കും. കാരണം കഷ്ടപ്പെട്ടെടുത്തവൻ അറിയാം അതിൻ്റെ വില. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഓയിൽ തന്നെ ഒഴിക്കും. കുറേ കാലം കൂടെ അതങ്ങ് പോട്ടെ കേട്ടോ. അപ്പോൾ റേഡിയേറ്റർ വാറൻറ്റി കിട്ടുന്ന കാര്യങ്ങളാണ്. അതുപോലെ വണ്ടിയുടെ വയറിംഗ് കിറ്റൊക്കെ വാറൻറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ വയറിംഗ് കട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. ഒരു ചെറിയ കട്ട് പോലും നമ്മൾ ചെയ്യാൻ പാടില്ല. ജസ്റ്റ് പറയുകയാണെങ്കിൽ ഓതറൈസ്ഡ് ഇൻഡിക്കേറ്റർ അല്ലാതെ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ഇൻഡിക്കേറ്റർ വാങ്ങിച്ച് വയ്ക്കുമ്പോൾ വയർ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വാറൻറ്റി കിട്ടില്ല. വയറിംഗ് കിറ്റ് വാറൻറ്റി കിട്ടില്ല. അതേസമയം വണ്ടിയുടെ എഞ്ചിൻ സമയത്ത് നമ്മൾ എഞ്ചിൻ പക്കയാണെങ്കിൽ, ഓയിലൊക്കെ പക്കയാണെങ്കിൽ എഞ്ചിൻ വാറൻറ്റി കിട്ടും, വയറിങ്ങിന് വാറൻറ്റി കിട്ടില്ല കേട്ടോ. അപ്പോൾ മാക്സിമം വയറിംഗ് കിട്ടൊന്നും കട്ട് ചെയ്യാണ്ട് ഒരു മോഡിഫിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ആയിരിക്കും ബെറ്റർ കേട്ടോ. അപ്പോൾ എൻ്റെ വണ്ടിക്ക് ടെമ്പറേച്ചർ അനുസരിച്ച് വാറൻറ്റി കിട്ടി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വണ്ടി പ്രോപ്പർ സർവീസാണ്. ബജാജ് ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിലും സർവീസ് ചെയ്ത വണ്ടിയാണ്. അതുപോലെ തന്നെ പ്രോപ്പർ മെയിൻ്റനൻസ് ആണ് വണ്ടി. മാത്രമല്ല ഒരു വണ്ടി വാറൻറ്റിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിലവിൽ ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. വയറിംഗ് കിറ്റ് കട്ട് ചെയ്തിട്ടില്ല, ബജാജ് ഓതറൈസ്ഡ് സർവീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓതറൈസ്ഡ് ചെയിൻ ലൂബ് ചെയ്തിട്ടുണ്ട്. ചെയിൻ ലൂബ് സർവീസിന് മുമ്പ് അവർ ചെയ്യുന്നതാണ്. പെട്രോൾ ഫിൽറ്റർ, എയർ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ പ്രോപ്പർലി മാറിയിട്ടുണ്ട്. അതുപോലെ ഓയിൽ പ്രോപ്പർലി മാറിയിട്ടുണ്ട്, ഓയിൽ ഫിൽറ്റർ മാറിയിട്ടുണ്ട്, ഓയിൽ മാറുമ്പോഴേക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് വാറൻറ്റി കിട്ടും കേട്ടോ. അടുത്തതായിട്ട് പറയാനുള്ളത്, വണ്ടിയുടെ തേയ്മാനം പറഞ്ഞ ഭാഗങ്ങളിലൊന്നും വാറൻറ്റി കിട്ടില്ല, അത് ഓർമ്മിച്ചുകൊള്ളുക. വണ്ടിയിൽ ക്രാഷ് കാർഡ് വെച്ചിട്ടുകൊണ്ട് വാറൻറ്റി കട്ടാവുമോ എന്നുള്ളൊരു ചോദ്യം വന്നാൽ ഒരിക്കലുമില്ല. ഇതൊരു സേഫ്റ്റി സാധനമാണ് കേട്ടോ. പക്ഷേ ചിലപ്പോൾ വാറൻറ്റി കട്ടായേക്കാം. അതായത് നമ്മൾ പറയുന്നത് ചിലരുടെ മൂഡ് അനുസരിച്ചിരിക്കും, അതുപോലെയൊക്കെയാണ് കേട്ടോ. ചിലപ്പോൾ നമ്മൾ വലിയ കംപ്ലൈൻ്റ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു കാര്യമായിട്ട് എടുക്കില്ല. ചെറിയ കംപ്ലൈൻറ്റ് പറയും ക്രാഷ് കാർഡ് വെച്ചുകൊണ്ടാണ് സംഭവിച്ചത്, വണ്ടിക്ക് വാറൻറ്റി തരുള്ളൂ. പക്ഷേ ഇതൊക്കെ സീനുള്ള കാര്യങ്ങളല്ല. ജസ്റ്റ് ഒരു മാറ്റിയിട്ട് മറ്റേടുത്ത് വെച്ചാൽ മതി നമ്മൾ വാറൻറ്റി കഴിക്കുന്ന സമയം. അപ്പോൾ അതും ശ്രദ്ധിക്കുക. വാറൻറ്റി കഴിക്കുന്ന സമയം നമ്മൾ ഊരി മാറ്റിയിട്ട് സ്റ്റോക്ക് സാധനം എടുത്ത് കയറ്റുക. ഇനി ഇൻഷുറൻസിലൊന്നും കുഴപ്പമില്ല കേട്ടോ. അടുത്ത് നമുക്ക് വണ്ടിയുടെ വാറൻറ്റി കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു. വണ്ടി എടുക്കാൻ പോകുന്ന സമയം വണ്ടി ഇൻസ്പെക്ട് ചെയ്യുക. അതുപോലെ തുരുമ്പോ കാര്യങ്ങളെല്ലാം ഉറപ്പ് വരുത്തുക. ജസ്റ്റ് ടെസ്റ്റ് റൈഡിങ് സമയം നല്ലതായിട്ടൊന്ന് ടെസ്റ്റ് റൈഡ് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആവാൻ നോക്കുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വണ്ടിക്ക് വാറൻറ്റി വരുന്ന ഭാഗം എഞ്ചിന്, വയറിംഗ് കിറ്റ്, ബാറ്ററിക്ക് ഉള്ള വാറൻറ്റി ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ നമുക്ക് വണ്ടിയുടെ ഇൻഷുറൻസിലോട്ട് പോകാം കേട്ടോ. വണ്ടിയുടെ ഇൻഷുറൻസ് വണ്ടി എടുക്കുന്ന ടൈമിൽ
ഫസ്റ്റ് ഇയർ, അതായത് ഒരു വർഷം വരെ നമുക്ക് ഫുൾ പാർട്ടി ഇൻഷുറൻസ് ആണ് കിട്ടുന്നത്. അതായത് ഫുൾ ഇൻഷുറൻസ്, B2B എന്ന് പറയും, ബെമ്പർ ടു ബെമ്പർ ഇൻഷുറൻസ് എന്ന് പറയും. ബെമ്പർ ടു ബെമ്പർ ആണ്. നിലവിൽ ഒരു 2 വർഷം വരെയൊക്കെ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വണ്ടി ഞാൻ 2 വർഷം B2B എടുത്തിട്ട് ബാക്കി ഫുൾ പാർട്ടി ഇൻഷുറൻസ് ആണ് കേട്ടോ. 5 വർഷം വണ്ടിക്ക് വേറെ ഇൻഷുറൻസ് ഉണ്ടെങ്കിലും കമ്പനി തരുന്നത് ആദ്യത്തെ 1 വർഷം ഫുൾ പാർട്ടി ഇൻഷുറൻസും ബാക്കി 4 വർഷം തേർഡ് പാർട്ടിയാണ് കേട്ടോ. തേർഡ് പാർട്ടി ഒരു ഉപയോഗമില്ല. പോലീസ് പിടിക്കുമ്പം എനിക്ക് സാർ ഇൻഷുറൻസ് ഉണ്ട് എന്ന് കാണിക്കാനുള്ളൊരു ഇൻഷുറൻസാണ്, അല്ലാണ്ട് ഒരു ഉപയോഗമില്ലാത്തൊരു ഇൻഷുറൻസാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫണ്ട് ഉണ്ടെങ്കിൽ മാക്സിമം അത് ഫുൾ പാർട്ടി ഇൻഷുറൻസ് ആക്കുക കേട്ടോ. നമ്മുടെ നാടാണ്, ആക്സിഡൻ്റ് ഒക്കെ എപ്പോഴും വരും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഫുൾ പാർട്ടി ഇൻഷുറൻസ് കൊണ്ട് നടക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എൻ്റെ വണ്ടി ഞാൻ ഫുൾ പാർട്ടി ഇൻഷുറൻസ് ആക്കിയ സമയത്ത് തേർഡ് പാർട്ടിയിൽ നിന്ന് ഞാൻ ഫുൾ പാർട്ടി ആക്കിയ സമയത്ത് എനിക്കൊരു 2300 രൂപ അടുപ്പിച്ചൊക്കെയാണ് എനിക്ക് എമൗണ്ട് ആയത് കേട്ടോ. കാരണം ഫുൾ പാർട്ടി ആക്കുന്ന സമയം ഫുൾ പാർട്ടി അറിയാലോ കുറച്ച് കോസ്റ്റ്ലിയാണ്, എന്നെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റി. പക്ഷേ ഞാൻ തേർഡ് പാർട്ടിയിൽ നിന്ന് ഫുൾ പാർട്ടി ആക്കി. അത് നമ്മൾ വർഷം തോറും എടുക്കണം കേട്ടോ. അതായത് 4 വർഷത്തിൽ ഒരുമിച്ച് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ വർഷം എടുത്താൽ ഇനി അടുത്ത വർഷം ഈ സമയപ്പോൾ നമ്മൾ അടുത്ത് എടുക്കുക. പൊല്യൂഷൻ എടുക്കുമ്പോൾ വർഷം നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എന്നോട് ഈ പൊല്യൂഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്, പേപ്പർ വർക്കും ബാങ്കിങ്ങും ഒക്കെ കംപ്ലീറ്റ് ആണ്. അതുപോലെ ഇൻഷുറൻസ് ഞാൻ പറഞ്ഞല്ലോ ഫുൾ പാർട്ടി ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. B2B ഇനി കിട്ടൂല, അതുകൊണ്ട് B2B എടുത്തിട്ടില്ല കേട്ടോ. സോ എൻ്റെ വണ്ടിയുടെ വാറൻറ്റി കാർഡ് ഞാൻ കാണിച്ചു തരാം. ഇത് ദീദി ബജാജിൽ നിന്ന് വണ്ടി വാങ്ങിച്ചപ്പോൾ തന്നൊരു യൂസർ മാനുവലും വണ്ടിയുടെ സർവീസ് ഹിസ്റ്ററിയും അതുപോലത്തുള്ള കാര്യങ്ങളാണ്. ഇതിൻ്റെ അകത്ത് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നിന്ന് കാണിച്ചു തരാം. ഡൊമിനോറിൻ്റെ ഒരു ഓണേഴ്സ് മാനുവലുണ്ട്. ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതാണ്ട് വെൽക്കം ടു ഡൊമിനോർ ക്ലാൻ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ടെക്നിക്കൽ സൈഡാണ്. വണ്ടിയുടെ ടെക്നിക്കൽ സൈഡുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പേജിൽ പറയാനുണ്ട്. അതുപോലെ ഇതാണ് വണ്ടിയുടെ ബാറ്ററി വാറൻറ്റി കേട്ടോ. ഇത് എൻ്റെ ഡീറ്റെയിൽസാണ്, മിസ്റ്റർ അഭിഷേക് മസ് ഡൊമിനോർ, ഫ്രെയിം നമ്പർ അങ്ങനെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ബാറ്ററി വാറൻറ്റി. ഇത് നമുക്ക് ഒരിക്കൽ നമ്മൾ ബാറ്ററി വാറൻറ്റി ക്ലെയിം ചെയ്ത് ഇവിടെ ക്ലെയിം ചെയ്യും. ഒരിക്കൽ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാറ്ററി വാറൻറ്റി ക്ലെയിം ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതുപോലെ ഇതാണ് നമ്മുടെ ബജാജിൻ്റെ ഓതറൈസ്ഡ് ബജാജിൻ്റെ ഓയിൽ, DTSIയുടെ ഓയിൽ. ഇതാണ് 10,000 കിലോമീറ്ററൊക്കെ കമ്പനി പറയാനുണ്ടെങ്കിലും മാക്സിമം ഒരു 5000-6000 കിലോമീറ്റർ ഓയിൽ മാറാനായിട്ട് ശ്രമിക്കുക. 4000-ത്തിലൊന്നും മാറണ്ട കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 5000-6000 ഒക്കെ ഓടും. 10,000 കിലോമീറ്റർ കമ്പനി ധൈര്യമായിട്ട് പറയില്ലേ. അപ്പം 5000-6000 കിലോമീറ്ററൊക്കെ വെച്ച് മാറാനായിട്ട് ശ്രമിക്കുക. സ്മൂത്ത് ക്ലച്ച്, ക്ലീൻ എൻജിൻ പാർട്സ്, റഫ്യൂസ്ഡ് ഫ്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണുമായിരിക്കും. അപ്പോൾ ഇതാണ് ടോപ്പ് അപ്പ് ബോട്ടിൽ. നമ്മുടെ ബജാജിൻ്റെ അറിയാലോ ടോപ്പ് അപ്പ് ബോട്ടിൽ എന്തായാലും വേണം. ഞാൻ ടോപ്പ് അപ്പ് ബോർഡാണ് വണ്ടിയിൽ ഓയിൽ മാറണം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ വാറൻറ്റി കാർഡ് കാണിച്ചു തരാം. യെസ് ഗൈസ്, ഇതാണ് എൻ്റെ വാറൻറ്റി കാർഡ് കേട്ടോ. ബജാജ് സെക്യൂർ എന്ന് പറയുന്നത് ഇതാണ് എൻ്റെ വേണ്ടിയിട്ട് വാറൻറ്റി കാർഡ്. അപ്പോൾ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് HW കാർഡാണ്. ഇത് നമ്മൾ എക്സ്റ്റെൻഡഡ് വാറൻറ്റി എടുത്തിട്ടുണ്ട്. ഇതിൽ കണ്ട വാറൻറ്റി കവറേജ് ഫ്രം 1 to 5 years ഡിപ്പെൻഡിങ് അപ്പോൺ സെയിൽ ഡേറ്റ് ഓഫ് യുവർ ബൈക്ക്. നമ്മുടെ വണ്ടി സെയിൽ ഡേറ്റ് തൊട്ട് 1 വർഷം മുതൽ 5 വർഷം വരെ വാറൻറ്റി കിട്ടും. വാറൻറ്റി പുതുക്കിക്കൊണ്ടിരിക്കുക. വർഷം ഭയങ്കര പൈസയൊന്നുമല്ല, പക്ഷേ ചെറിയൊരു പൈസയുള്ളൂ. പക്ഷേ മാക്സിമം വാറൻറ്റി പുതുക്കിക്കൊണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇതാണ് എൻ്റെ വണ്ടിയുടെ വാറൻറ്റി കാർഡ്. നിലവിൽ വണ്ടിക്ക് ഞാൻ 2 വർഷത്തെ കൂടെ എനിക്കിനി 3 വർഷത്തെ കൂടെ വാറൻറ്റി കിട്ടും. 5 വർഷം പക്ക വാറൻറ്റിയാണ് വാറൻറ്റിറ്റ്. അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വാറൻറ്റി എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. സോ മാക്സിമം നിങ്ങൾ കുറച്ച് ഫണ്ട് ആയാലും വാറൻറ്റി പ്രോപ്പറായിട്ട് എടുക്കുക കേട്ടോ. ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് പ്രോപ്പർ വാറൻറ്റി എടുക്കുക. പിന്നെ ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ എൻ്റെ വണ്ടിയുടെ ഫിനാൻസ് ഡീറ്റെയിൽസാണ്. അപ്പോൾ പ്രോപ്പർ വാറൻറ്റി എടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ ഒരു ഭാഗങ്ങളൊക്കെ വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് കേട്ടോ. വണ്ടിയുടെ ഫസ്റ്റ് സർവീസ്, സെക്കൻഡ് സർവീസ്, തേർഡ് സർവീസ് അതൊക്കെയാണ്. ഫസ്റ്റ് സർവീസ് പറഞ്ഞതെന്ന് വെച്ചാൽ 5000 മുതൽ 750 കിലോമീറ്റർ അല്ലെങ്കിൽ 30 മുതൽ 45 ദിവസം. ഫ്രീ സർവീസ് സെക്കൻഡ് പറഞ്ഞതെന്ന് വെച്ചാൽ 4500 മുതൽ 5000 കിലോമീറ്റർ അല്ലെങ്കിൽ 240 ദിവസം. തേർഡ് സർവീസ് ഫ്രീ സർവീസാണ് 3 സർവീസ് 9500 മുതൽ 10000 കിലോമീറ്റർ അല്ലെങ്കിൽ 365 ദിവസം. 1 വർഷത്തിനകത്ത് തേർഡ് സർവീസ് ചെയ്തിരിക്കണം. എൻ്റെ വണ്ടി 2 വർഷമായി 6ാമത്തെ സർവീസ് ചെയ്യാനായിട്ട് പോകണം. നാളെ 6ാമത്തെ സർവീസ് ചെയ്യും. അപ്പോൾ സർവീസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണണം കേട്ടോ. അപ്പം ഇത് ഞാൻ പറഞ്ഞില്ലേ, അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞത് ചെറിയൊരു നോളജാണ്. എനിക്ക് അറിയാമെന്നുള്ളൊരു കാര്യം ഷെയർ ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായെങ്കിൽ യൂസ്ഫുൾ ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. മാത്രമല്ല മനസ്സിലായെങ്കിൽ ഇല്ലെങ്കിലും ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഞാൻ മാക്സിമം ബൈക്കിൻ്റെ കണ്ടന്റ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ കാറിൻ്റെ കണ്ടന്റിലോട്ട് ഉടനെ തന്നെ ഇറങ്ങും. കാറിൻ്റെ വീഡിയോസ് ഉടനെ നമ്മുടെ ചാനൽ വരും. സോ ഗൈസ്, ഇത്രയുള്ള നമ്മുടെ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നമുക്ക് അടുത്തൊരു വീഡിയോ ഇടാം. അടുത്തൊരു വീഡിയോ എനിക്ക് തോന്നുന്നു കാറിൻ്റെ കണ്ടന്റ് ആയിരിക്കും കേട്ടോ. സെക്കൻഡ് യൂസ്ഡ് കാസിൻ്റെ കണ്ടന്റ് ആയിരിക്കും. സോ യൂസ്ഡ് കാസ്, യൂസ്ഡ് ബൈക്കൊക്കെ കണ്ടന്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അവിടെ വണ്ടിക്കാരി മാത്രം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വണ്ടിയെ പറ്റി എന്ത് സംശയവും അവിടെ ക്ലാരിഫൈ ചെയ്യാം. വണ്ടി ഇഷ്ടപ്പെടുന്നവർക്കും വണ്ടീനെ സ്നേഹിക്കുന്നവർക്കും വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർക്കും അതായത് വണ്ടി മോട്ടോർ കാർ ഓർ മോട്ടോർ ബൈക്ക് നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാം. സോ അടുത്തൊരു വേണം. അതുവരെയും ബൈ ബൈ.